എളുപ്പത്തിൽ ഒരു അടിപൊളി ചിക്കൻ കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യമായിട്ട് ചിക്കൻ കറി വെക്കുന്നവർക്കും അതുപോലെ ബാച്ചിലേഴ്സിനൊക്കെ വളരെ എളുപ്പത്തിൽ വെക്കാൻ പറ്റുന്നൊരു രീതിയാണ്. അപ്പോൾ അതാദ്യം തന്നെ നമുക്ക് ചിക്കൻ കറിക്ക് തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ളൊരു പാത്രം അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ അതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നൈസായി അരിഞ്ഞിട്ടുള്ള നമ്മുടെ സബോള ഒരു 3 ഇതിലോട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. അപ്പം സബോള പെട്ടെന്ന് വാടാനായിട്ട് ഒരു നുള്ളു ഉപ്പ് വെതറിയ ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ സബോള എണ്ണയിലൊന്ന് കിടന്ന് ചെറുതായി മൂത്ത് വരുന്ന ആ സമയത്ത് തന്നെ ഒരു 3-4 തണ്ട് കറിവേപ്പില ഇതിലോട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കറിവേപ്പിലയും അതിൽ കിടന്ന് സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, ഒരു പച്ചമുളക്, ഒരു മീഡിയം സൈസ് തക്കാളിയും കൂടെ ചേർത്ത് അടിച്ച പേസ്റ്റ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അത് നന്നായി ഒന്ന് മൂത്ത് വരാനായിട്ട് വെയിറ്റ് ചെയ്യുക. അത് നന്നായി മൂത്ത് വന്ന ശേഷം ഒരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ നമ്മുടെ മുളക് പൊടി, അതിനുശേഷം മല്ലിപ്പൊടി 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് നമ്മുടെ ചിക്കൻ കറിക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ മസാല പൊടി ഒരു 3 ടീസ്പൂൺ ഇട്ട് നന്നായി ഒന്ന് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഈ മസാലയൊക്കെ നന്നായി ഒന്ന് മൂത്ത് വരണം. അതിനുശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സായി വരട്ടെ. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് വിട്ടതിന് ശേഷമാണ് നമ്മളിതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക. പൊടികൾ ആഡ് ചെയ്യുന്നതിനൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ടൊന്നും ഇത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ശേഷം വെള്ളമൊന്നും ഒഴിക്കണ്ട, നമ്മൾ അടച്ച് വെച്ച് വേവിക്കുക. അപ്പോൾ ഈ ചിക്കനിൽ നിന്ന് തന്നെ വരുന്ന വെള്ളത്തിൽ തന്നെ ഈ ചിക്കൻ നന്നായിട്ട് വെന്ത് വരും. അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുത്താൽ മതി. നല്ല അടിപൊളി ചിക്കൻ കറി നമുക്ക് റെഡിയായിട്ട് കിട്ടും.